റീസെന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ ദ മോസ്റ്റ് ഹേറ്റഡ് മലയാളി പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, രാഹുൽ KP. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എല്ലാ കാലത്തും ഈ രീതിയിൽ പെർഫോമൻസ് ഒന്ന് ഡള്ളായി കഴിഞ്ഞാൽ, പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതിപ്പോൾ മലയാളി ആയാലും ഫോറിൻ പ്ലെയർ ആയാലും വരാറുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് CK വിനീത്, പ്രശാന്ത്, ഒരു സമയത്ത് സഹൽ, അവരൊക്കെ. ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് രാഹുൽ KP. ആൻഡ് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ ഇതൊക്കെ ഡിസർവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രയധികം ഹെയ്റ്റ് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കഴിഞ്ഞ 5 സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള പ്ലെയറാണ് രാഹുൽ KP. ഇത് ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ സീസണാണ്. ഈ 5 സീസണുകൾ പ്ലസ് ഈ ഒരു സീസണിലെ ഒരു മാച്ച്, അങ്ങനെ ടോട്ടൽ 71 മാച്ചസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓൾറെഡി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7 ഗോളും 4 അസിസ്റ്റുമാണ്. ടോട്ടലി 11 ഗോൾ കോൺട്രിബ്യൂഷനാണ് രാഹുലിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയധികം സീസണുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മറ്റ് കണക്കുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ 77 ഷോട്ടുകളിൽ നിന്ന് 31 ഓൺ ടാർഗറ്റ് ഷോട്ട് ഉണ്ട്. അതിൽ നിന്നുമാണ് ഇതിന് 7 ഗോളുകൾ ഉള്ളത്. ടോട്ടൽ അതിന്റെ ഗോൾ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് 9.09% ആണ്. 70% പാസിംഗ് ആക്യുറസി ഉണ്ട്. 34 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 44 അതിന്റെ സക്സസ്ഫുൾ ഡ്രിബിൾസ് എന്ന് പറയുന്നത്. ഈ കണക്കുകൾ നമ്മൾ ഇന്ത്യയിലെ മറ്റ് വിങ്ങേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ടോപ്പ് വിങ്ങേഴ്സ് ആയിട്ടുള്ള ചാങ്തെ, ലിസ്റ്റൻ കൊളാസോ അല്ലെങ്കിൽ ബിബിൻ സിംഗ്, ഇവരായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റാത്ത അത്രയും വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. ഇപ്പോൾ ചാങ്തെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് വിങ്ങേഴ്സിൽ പെടുന്ന ഒരാളാണ് ചാങ്തെ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാഹുലിനെ പോലെ തന്നെ ഇത് 6ാമത്തെ സീസണാണ് മുംബൈക്ക് വേണ്ടി കളിക്കുന്നതെങ്കിലും രാഹുലിനേക്കാൾ ഡബിൾ മാച്ചസും ഇരട്ടി ഗെയിം ടൈമും ഉള്ള ഒരു പ്ലെയറാണ് ലാലേൻസ്വാല ചാങ്തെ. ISL മാത്രമായി 145 മാച്ചുകളിൽ നിന്നും 40 ഗോളും 18 അസിസ്റ്റും ഉള്ള ഒരു പ്ലെയറാണ് ലാലേൻസ്വാല ചാങ്തെ. ടോട്ടൽ 58 ഗോൾ കോൺട്രിബ്യൂഷൻ, 18.18 അതിന്റെ ഗോൾ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഈ 11 ഗോൾ കോൺട്രിബ്യൂഷൻ 58 ഗോൾ കോൺട്രിബ്യൂഷനിലേക്കുള്ള വ്യത്യാസം അത് വളരെ വലുതാണ്. ഇപ്പോൾ മറ്റുള്ള പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ രാഹുലിനേക്കാൾ കുറച്ച് മാച്ചസ് കളിച്ചിട്ടുള്ള, കുറച്ച് സീസൺ കളിച്ചിട്ടുള്ള ഒരു വിങ്ങർ നൗറം മഹേഷിന് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. അദ്ദേഹത്തെ വെച്ച് കമ്പയർ ചെയ്താൽ പോലും അദ്ദേഹത്തിന് രാഹുലിനേക്കാൾ കുറച്ച് 3 സീസണുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. 59 മാച്ചസേ കളിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും 8 ഗോളും 9 അസിസ്റ്റും അദ്ദേഹത്തിനുണ്ട്. ടോട്ടൽ 17 ഗോൾ കോൺട്രിബ്യൂഷൻസ്. മറ്റ് കണക്കുകളിലേക്ക് വരാണെങ്കിൽ പോലും 70 ചാൻസസ് ക്രിയേഷൻ, 53 സക്സസ്ഫുൾ ഡ്രിബിൾസ്, 21.05 ഗോൾ കൺവേർഷൻ റേറ്റ്. ഈ പറഞ്ഞ കണക്കുകളിലെല്ലാം രാഹുലിനേക്കാൾ മുന്നിലാണ് നൗറം മഹേഷ്. സോ ഇന്ത്യയിലെ ഏത് വിങ്ങേഴ്സായിട്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും രാഹുലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നിലവിൽ ഈ കണക്കുകൾ വെച്ചിട്ട്, ISL മാത്രം ഈ കണക്കുകൾ വെച്ചിട്ട് വളരെ വളരെ താഴെയാണ്. സോ ഈ പറഞ്ഞ പെർഫോമൻസിന്റെ ബേസിസിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മാറ്റം രാഹുലിന് അനിവാര്യമായുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രൈം രാഹുൽ അല്ലെങ്കിൽ രാഹുലിന്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആ ഒരു സമയം ഉണ്ടായിരുന്നു, ആ സമയത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് രാഹുലിന് ഉണ്ടാവുമെന്നുള്ളത്. അങ്ങനെ ഒരു പ്രൈം രാഹുലിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നോ എന്നായിരിക്കില്ല എൻ്റെ ഉത്തരം. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിലവിലെ രാഹുൽ KPയുടെ പെർഫോമൻസ്, മോശം പെർഫോമൻസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ എങ്കിലും നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ രാഹുൽ കളിച്ച 5 സീസണുകൾ, ഈ 5ൽ അദ്ദേഹം കളിച്ചിട്ടുള്ള 3 സീസണും ഇവാൻ വുക്കമനോസ് എന്ന കോച്ചിന്റെ അണ്ടറിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതായത് 4-4-2 എന്ന് പറയുന്ന ഗെയിം സ്റ്റൈലിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ എടുത്ത് സംസാരിക്കേണ്ടതുണ്ട്, ചില പ്ലേയേഴ്സ് ചില കോച്ചുമാരുടെ കീഴിൽ അല്ലെങ്കിൽ ചില ഗെയിം സ്റ്റൈൽസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. അതേസമയം തിരിച്ചും സംഭവിക്കാറുണ്ട്. ചില പ്ലേയേഴ്സിന്റെ ഗെയിം സ്റ്റൈൽ, അവരുടെ സ്ട്രെങ്ത്, അതിനനുസരിച്ച് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷനോ ഗെയിം സ്റ്റൈലോ ആയിരിക്കില്ല അവർ കളിക്കുന്നത്. അത് അവരുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കാൻ വഴിയുണ്ട്. ഇവിടെ രാഹുൽ KPയുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും ഇവാൻ വുക്കമനോസ് അദ്ദേഹത്തെ നശിപ്പിച്ചു എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവാന്റെ കീഴിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ചില പ്ലേയേഴ്സ് ഉണ്ട്. സഹൽ അബ്ദുൾ സമദ്, ലൂണ, അല്ലെങ്കിൽ ഇപ്പോൾ വിങ്ങറായിട്ട് ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള എയ്മാൻ, ഇവരുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയും രാഹുൽ KP എന്ന് പറയുന്ന വിങ്ങറിന്റെ സ്പെഷ്യാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും 2 രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ആൻഡ് 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിലേക്ക് വരുമ്പോൾ തന്നെ ആ 4-4-2ൽ മധ്യനിരയിലാണ് ഈ വിങ്ങേഴ്സിന്റെ സ്ഥാനം വരുന്നത്. അവിടെ കുറച്ചുകൂടി വർക്കായിട്ടുള്ളത് ഇവാൻ വുക്കമനോസിന്റെ സീസണിൽ ഇവാൻ വുക്കമനോസ് ഉപയോഗിക്കുന്ന രീതിയിൽ വർക്കായിട്ടുള്ള പ്ലേയേഴ്സ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള പ്ലേയേഴ്സാണ്. സഹൽ അബ്ദുൾ സമദ്, ലൂണെ ലെഫ്റ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എയ്മൻ ഉയർന്നു വരുന്നിട്ടുണ്ട്. സോ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി ടെക്നിക്കൽ എബിലിറ്റി ഉള്ള, ബോൾ ഹോൾഡ് ചെയ്യാനും ക്യാരി ചെയ്യാനും കഴിവുള്ള, പാസിങ് നല്ല ഇന്റലിജന്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിം സ്റ്റൈലിന്റെ അണ്ടറിൽ വരുന്ന പ്ലേയേഴ്സാണ് ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള പ്ലേയേഴ്സ്. പക്ഷെ അതേസമയം ഇതേ ടാക്ടിക്സിൽ, ഇതേ ഫോർമേഷനിൽ തന്നെ സൗരവ് മണ്ഡൽ, ബ്രൈസ് മിറാണ്ട, വിൻസി ബാരട്ടോ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇമ്പാക്റ്റിലേക്ക് വന്നിട്ടില്ല. അതിൽ കുറച്ചെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത് വിൻസി ബാരട്ടോയുടെ കാര്യത്തിലാണ്. പക്ഷെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അധികം ബോൾ ഹാൻഡിൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരുപാട്
ടെക്നിക്കൽ എബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്റലിജന്റ് പാസിംഗ് മൂവ്മെന്റ്സ് നടത്താത്ത ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് അധികം ഇമ്പാക്റ്റിലേക്ക് വന്നിട്ടില്ല. സോ 4-4-2 ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. കാരണം മധ്യനിരയിൽ കുറച്ച് ഇറങ്ങിയ ഒരു മിഡ്ഫീൽഡറിന്റെ പൊസിഷൻ കിട്ടുമ്പോൾ അവിടെ കുറച്ചുകൂടി ക്രിയേറ്റീവ് എലമെന്റ് അല്ലെങ്കിൽ പാസിംഗ്, ബോൾ ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം പ്ലേയേഴ്സിനെ മറികടക്കുക, ഇറങ്ങി വന്ന് പന്തെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, കുറേ അധികം ഡിഫൻസീവ് ഡ്യൂട്ടീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിങ്ങറിന് കുറച്ചധികം ഓവറായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോർമേഷനിൽ ഒരു പക്ഷെയാണ് ഇത്തരം ഒരു പ്ലെയറിന്, രാഹുൽ KP പോലെ ഒരു പ്ലെയറിന് ഫിറ്റ് ആവാൻ സാധിച്ചോളണമെന്നില്ല. രാഹുലിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്ട്രെങ്ത് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പവർഫുൾ ഷോട്ട്സ്, അതിന്റെ ഗോളുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർഫുൾ ഷോട്ട്സ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആൻഡ് ബോക്സിന്റെ ഏരിയാസിലുള്ള 1v1 സിറ്റുവേഷൻസ്, പ്രത്യേകിച്ച് ഫുൾ ബാക്ക് ആയിട്ടുള്ള 1v1 സിറ്റുവേഷൻ, അവിടെ ആ ഒരു പ്ലെയറിനെ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഷോട്ട്, അതാണ് അതിന്റെ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ. അങ്ങനെ നേടിയിട്ടുള്ള ഗോളുകൾ ഹൈദരാബാദ് FCക്കെതിരെയും ബംഗളൂരു FCക്കെതിരെയും നമ്മൾ കാണുന്നുണ്ട്. സോ അതാണ് രാഹുലിന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ടും അതിന്റെ ഒരു പെർഫെക്റ്റ് പൊസിഷൻ ആയിട്ടും എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് രാഹുൽ എത്തുന്നത് 4-4-2 വളരെ കുറവായിരുന്നു, ഇല്ലെന്നല്ല, കുറവായിരുന്നു. സിറ്റേഴ്സ് മിസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ബോക്സിന് മുന്നിൽ ഗോൾ കീപ്പർ മാത്രമുള്ള സിറ്റുവേഷനിൽ പോലും രാഹുൽ ഇത് മിസ് ചെയ്തിട്ടുണ്ട് ഇവാൻ വൂക്കമനസിന്റെ കീഴിൽ തന്നെ. പക്ഷേ അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കണ്ടിന്യൂസ് ബാഡ് സീസൺസ് വരുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് മോശം പെർഫോമൻസും അകത്തുനിന്നും പുറത്തുനിന്നും പ്രഷർ വരുമ്പോൾ ഒരു പ്ലെയറിന്റെ പെർഫോമൻസിനെ, സ്ട്രെങ്ത്തിനെ പോലും അത് മോശമായിട്ട് എഫക്ട് ചെയ്യാം. മുൻപ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്രൈം എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് സ്കോർ ചെയ്ത സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ആ കോൺഫിഡൻസ് ലെവലും അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും അത്തരം കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ കോച്ചിന്റെ കീഴിലുള്ള ഒരു പെർഫോമൻസിന്റെ ഇഷ്യൂ ആണ് അതിന് ഫേസ് ചെയ്തതെങ്കിൽ നിലവിൽ 4-3-3 മാറ്റം സ്റ്റാർ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ രാഹുലിന് ഒരു ചേഞ്ചിലേക്കുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 4-3-3 വിങ്ങറിന് കിട്ടുന്ന ആ ഒരു പൊസിഷനിങ്ങും അവിടെ അതിന് കിട്ടുന്ന ചാൻസസിന്റെ ബേസിസിലാണ്. കഴിഞ്ഞ മാച്ചിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് 4-4-2, സെക്കൻഡ് ഹാഫിൽ ഒരു 3 മെൻ ഫ്രണ്ട് ലൈൻ വരുന്ന രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബോളുകൾ, അതായത് ഒരു ഹൈ ബോൾ, സ്വിച്ചിങ്ങിൽ വരുന്ന ഹൈ ബോൾ, അത് നേരെ രാഹുലിലേക്ക് വരുമ്പോൾ രാഹുലിന്റെ ഫ്രണ്ടിൽ ഒരു ഫുൾ ബാക്ക്, ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്ലെയറിനെ സ്കിൽഫുൾ ആയിട്ട് തന്നെ ബീറ്റ് ചെയ്യുന്നുണ്ട് രാഹുൽ. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കഴിഞ്ഞ മാച്ചിൽ രാഹുൽ എത്തുന്നുണ്ടായിരുന്നു. അത് എവിടേക്ക് ഒരു പ്രതീക്ഷ തരുന്ന, അല്ലെങ്കിൽ ഒരു ഹോപ്പ് തരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് അതിന് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗോളോ ഒരു ഷോട്ടോ മതിയാവും അതിന് ആ ഒരു പഴയ ഫോമിലേക്കും ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനും ആ ഒരു മെന്റൽ സ്ട്രെങ്ത് തിരിച്ചെടുക്കാനും പഴയ ട്രാക്കിലേക്ക് വരാനും ആ ഒരു ഷോട്ടോ ആ ഒരു ഗോളോ വന്നാൽ മതിയാവും. സോ ഇവിടെ കോച്ചിന്റെ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഗെയിം സ്റ്റൈലിലെ പ്രശ്നമാണെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇവിടെയും രാഹുൽ സെയിം രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തതെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഗെയിം സ്റ്റൈലുള്ള വേരിയേഷനാണ് രാഹുലിന്റെ പെർഫോമൻസിനെ ബാധിച്ചതെങ്കിൽ അതിനെ മറികടക്കാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ രാഹുലിന് കിട്ടുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ സെൻസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് രാഹുൽ ഈ സീസണിൽ ചെയ്യേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അത് സെൻസിബിൾ എന്ന കാര്യം കുറച്ചുകൂടി കനത്തിൽ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് രാഹുലിന്റെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് അതിന്റെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാഡ് സീസൺസും പ്രഷറൊക്കെ വരുമ്പോൾ അത് ആ ഒരു പ്ലെയറിനെ ഫ്രസ്ട്രേറ്റിംഗ് ആക്കുന്നുണ്ട്. അനാവശ്യമായുള്ള ഫൗളുകൾ, അനാവശ്യമായുള്ള യെല്ലോ കാർഡുകൾ, കുറച്ചധികം ഓവറായിട്ട് അഗ്രസീവായിട്ട് പോകുന്നത് പോലെ. അഗ്രസീവ്നെസ് തീർച്ചയായിട്ടും ഒരു പ്ലെയറിന് നല്ലതാണ്, പക്ഷേ ഫുട്ബോളിൽ അത് സെൻസിബിളായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പല പ്ലെയേഴ്സും ഈ അഗ്രസീവ്നെസ് സെൻസിബിളായിട്ട് ഉപയോഗിച്ചിട്ട് തങ്ങൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതേ രീതിയിലുള്ള ഒരു സംഭവമല്ല രാഹുലിൽ നിന്ന് കണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ പല സമയത്തും കൈവിട്ടു പോയിട്ടുള്ള രീതിയിലാണ് രാഹുലിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുള്ളത്. ഒരു മനുഷ്യനാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മോശം പെർഫോമൻസ് വരുമ്പോൾ ആരുടെ ആയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ അതിനെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ രാഹുൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഒരു റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഫൗളാണെങ്കിൽ ചിലപ്പോൾ 3-4 മാച്ചസ് അതിന് പുറത്തിരിക്കേണ്ടി വരും. രാഹുലിന് പുറമെ സൗരവ് ആണെങ്കിലും, എയ്മൻ ആണെങ്കിലും, അമവി ആണെങ്കിലും, ബ്രൈസ് ആണെങ്കിലും അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സോ ആ അവസരം പോയി കഴിഞ്ഞാൽ പിന്നെയും രാഹുലിന് വീണ്ടും മാച്ചസ് കിട്ടാത്ത ഒരവസ്ഥ വരും. സോ അത് ഈ ഒരു സീസണിൽ കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ പറഞ്ഞത് പേഴ്സണലി സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ ഒപ്പീനിയനാണ്. ഒരുപാട് പേര് ഇതിനെ വിമർശിക്കുന്ന രീതിയിൽ സംസാരിക്കാനുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ എന്തായാലും പേഴ്സണലി ഒരു മലയാളി എന്ന രീതിയിലും ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന രീതിയിലും രാഹുലിന്റെ തിരിച്ചുവരവ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു സീസണിൽ മിക്കാൽ സ്റ്റാർ എന്ന കോച്ചിന്റെ കീഴിൽ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.